നമ്മളെ മൊബൈൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പല സെക്യൂരിറ്റി സെറ്റിങ്സുകളും നമ്മൾ ചെയ്തു വെക്കലുണ്ട്. ഓരോന്നും അതിൻ്റേതായ ടൈമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യലുണ്ട്. ആ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി സെറ്റിങ്സ് ഈ അടുത്ത് ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി സെറ്റിങ്സ് അതാ ഇന്നത്തെ ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും, നിങ്ങൾ ചെയ്തു വെക്കേണ്ടതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്താ ഈ സെറ്റിങ്സ് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയാൽ അവിടെ ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഗൂഗിൾ ഈ ഗൂഗിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ടാവും, റെക്കമെൻഡഡ്, ഓൾ സർവീസസ്. ഇതിൽ ഓൾ സർവീസസ് എടുക്കുക, കുറച്ച് താഴേക്ക് പോവുക. താഴെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലാണ് നമുക്ക് ഈ സംഭവം ഉള്ളത് കേട്ടോ. ഇതിൽ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഫൈൻഡ് മൈ ഡിവൈസ്, അത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതിനെപ്പറ്റി പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, അതടക്കട്ടെ. രണ്ടാമത് വന്ന തെഫ്റ്റ് പ്രൊട്ടക്ഷൻ, ഇതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ബട്ടൺ ഓഫായി കിടക്കുന്നത്. ഇത് രണ്ടും അങ്ങ് ഓൺ ആക്കിയിട്ടേക്കുക. ഇത് സംഭവം എന്താ വെച്ചാൽ തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ആരെങ്കിലും നമ്മളെ ഫോണ് എടുത്ത് ഓടുക. ഇപ്പോൾ നമ്മൾ ഫോൺ എവിടെ വെച്ചെടുത്ത് ആരെങ്കിലും എടുത്ത് ഓടി, അല്ലെങ്കിൽ ഫോൺ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് ഓടി, അല്ലെങ്കിൽ വണ്ടിയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ലൊക്കേഷനൊക്കെ യൂസ് ചെയ്യല്ലേ, അന്നേരമൊക്കെ എടുത്ത് ഓടി, അങ്ങനെ എങ്ങാനും ആരെങ്കിലും നമ്മളെ ഫോൺ എടുത്ത് ഓടുകയാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഫോൺ ലോക്കാവും. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഫോൺ എടുത്ത് സ്പീഡിൽ ഓടുന്നേരം ഫോണ് കൂടുതലായിട്ട് ഷേക്ക് ചെയ്യും. അങ്ങനെ ഷേക്ക് ചെയ്യുന്നേരം നമ്മളെ ഫോണിലെ മോഷൻ സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഇത് ലോക്കാകുന്നത്. അപ്പം ഇതൊന്ന് ഓണാക്കിയിട്ടേക്കുക. ഇവിടെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്ക്, അതൊന്ന് വായിച്ച് നോക്കുക എങ്ങനെയൊക്കെയാണെന്ന് ഓണാക്കി. ഇനി രണ്ടാമത്തെ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക്. നമ്മളെ ഫോണ് ആരെങ്കിലും എടുത്തിട്ട് ഓടുമൊന്നും വേണ്ട, അവർ പെട്ടെന്ന് നമ്മളെ ബ്ലൂടൂത്ത്, ഇൻ്റർനെറ്റ്, അതുപോലെ ലൊക്കേഷൻ, ഇങ്ങനത്തെ സംഗതികളെല്ലാം പെട്ടെന്ന് അങ്ങ് ഓഫാക്കി കഴിഞ്ഞാലും, ഒരേ സമയത്ത് ഓഫാക്കിയാലും നമ്മളെ ഫോണ് ലോക്കാവും, സ്ക്രീൻ ലോക്കാവും. അപ്പോൾ നമ്മളെ ഡാറ്റ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ ഫോണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സമയത്തും ഓരോ സെക്യൂരിറ്റി സെറ്റിങ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ചെയ്തു വെക്കുക. അപ്പം അതും നമ്മൾ ഓണാക്കുക. അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിക്ക്, അതും ഒന്ന് വായിച്ചു വെക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ മനസ്സിലാക്കട്ടോ. അതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞേക്ക്. ഇനിയിപ്പോൾ റിമോട്ട് ലോക്ക്. ഈ റിമോട്ട് ലോക്ക് എന്നുള്ള ഈ സംഭവം ഓപ്പൺ ചെയ്തിട്ട് ഇതും ഒന്ന് ഓണാക്കി വെക്കുക. സംഭവം ഇതെന്തിനാണ് ഓണാക്കുന്നത് വെച്ചാൽ, ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മളെ ഫോണിലുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഇത് ഈ ഫോൺ ലോക്ക് ചെയ്യാനാവുന്നതാണ് പറയുന്നത്. പക്ഷെ അത് എത്ര അക്യൂറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും അതും ഒന്ന് ഓണാക്കിയിട്ടേക്കുക, കിടക്കട്ടെ, ഒരു ഓണല്ലേ. പിന്നെ ഈ സംഭവങ്ങൾ, ഈ സെറ്റിങ്സുകൾ മുഴുവനും ഈ ആൻഡ്രോയിഡ് 10 മുതൽ മേലോട്ടുള്ള വെർഷനുകൾ കേട്ടോ. അതിന് താഴോട്ടുള്ള വെർഷനിൽ ഇതൊന്നുമില്ല. പിന്നെ താഴെ ഭാഗത്ത് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് നമ്മളെ ഫൈൻഡ് മൈ ഡിവൈസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഫൈൻഡ് ആൻഡ് ഇറേസ് യുവർ ഡിവൈസ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫൈൻഡ് മൈ ഡിവൈസ് ഇതൊന്ന് ഓണാക്കിയിട്ട് കൊടുക്കുക. ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ റിമോട്ട് ലോക്ക്, ഫൈൻഡ് യുവർ ഓഫ്ലൈൻ ഡിവൈസ്, ഇതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനാവും. അതുപോലെ തന്നെ നമ്മളെ ഫോൺ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ കാണാണ്ടായാലും ഒക്കെ എവിടെയുള്ളതെന്ന് ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനും ആവും. അതുപോലെ ആ ഫോണിലുള്ള ഡാറ്റകൾ വേണ്ടി വന്നാൽ ആ ഫോണ് നമുക്ക് തിരിച്ച് കിട്ടിയാലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഡാറ്റയെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനാവും, ഇറേസ് ചെയ്യാനാവും. അപ്പം ഇതും ഒന്ന് ഓണാക്കിയിട്ടേക്ക്. സംഭവം ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ആ നഷ്ടപ്പെടുന്ന ഫോണിലുള്ള അതേ ഇമെയിൽ ID ഉപയോഗിച്ച് മറ്റൊരു ഡിവൈസിൽ നിന്ന്, കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെയോ മറ്റൊരു ഫോണിൽ നിന്നോ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഈ ഫൈൻഡ് മൈ ഡിവൈസ് കൂടെ ഈ നഷ്ടപ്പെട്ട ഫോണിൽ ഡാറ്റ ഇറേസ് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. സംഭവം അങ്ങനെ. അപ്പം പുതുതായി വന്ന ഗൂഗിളിൻ്റെ ഈ തെഫ്റ്റ് പ്രൊട്ടക്ഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കുന്നത് നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.